അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഹാജിമാരെ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാകുക. ഒരൊറ്റ മനസ്സോടുകൂടി, ഒരണിയിൽ നിന്നുകൊണ്ട്, ഏകത്വത്തിൻ്റെ മനസ്സോടുകൂടി ഈ നല്ല ദിനങ്ങളിലെ പുണ്യങ്ങളെ നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏക മനസ്സോടുകൂടി ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചത്. എപ്പോഴും അവൻ വിരോധത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും എല്ലാ മാർഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ആ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ചര്യയും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു ഏകനാണെന്നും അവൻ കാരുണ്യവാനാണെന്നും നിങ്ങൾ ഏകനായ അള്ളാഹുവിൻ്റെ കീഴിൽ ഒരേ മനുഷ്യരായി ഒരേ മനസ്സോടുകൂടി പരസ്പര സഹകരണത്തോടുകൂടി ജീവിക്കണമെന്നും തർക്കിച്ചും കലഹിച്ചും നശിച്ചു പോകരുതെന്നും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് അയച്ച അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടി നിങ്ങൾ ജീവിച്ചു കൊള്ളുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക. അള്ളാഹു പഠിപ്പിച്ച എല്ലാ വിധിവിലക്കുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെല്ലാം നന്മകൾ ജീവിതത്തിലുണ്ടാക്കാൻ കഴിയുമോ, ഭൂമിയിൽ സംസ്ഥാപിക്കാൻ കഴിയുമോ, ആ ഇസ്ലാഹിനു വേണ്ടി മുസ്ലിമുകളായി നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക. എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു ഒരുമയോടുകൂടിയാണ്, ഒരുമയുള്ള മനസ്സുകളോടുകൂടിയാണ്. യദുല്ലാഹി മഅൽ ജമാ, സംഘടിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക എന്നൊക്കെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സഹോദരങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഈ മഹത്തായ ദിവസത്തിൽ നാം മനസ്സിൽ വെക്കുക, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യങ്ങളെപ്പറ്റി അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ, അവന് മാത്രം ആരാധിക്കുക എന്നതല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ അല്ലെങ്കിൽ ആരാധനയുടെ ഏതെങ്കിലും അംശങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാനോ നമുക്ക് പാടില്ല. അള്ളാഹുവാണ് മനുഷ്യജീവിതത്തിൻ്റെ വിധികർത്താവ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് മാത്രമാണ് വിധികർത്തത്വമുള്ളത്. ആ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. വിശ്വാസികളെ, ഈ തൗഹീദിന് വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ഈ തൗഹീദാണ് മുഴുവൻ വേദഗ്രന്ഥങ്ങളും നമ്മളോട് പറഞ്ഞത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. എല്ലാ സമുദായത്തിലും അള്ളാഹു ദൂതന്മാരെ അയച്ചുകൊണ്ട് മനുഷ്യരെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അല്ലാത്ത എല്ലാ മൂർത്തികളിൽ നിന്നും, എല്ലാ ദുർമൂർത്തികളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കണം. അള്ളാഹു നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞതാണ്, ലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും ആരാധിക്കാൻ, മറ്റൊന്നിനെയും ഒരാളെയും ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അയച്ച ദൂതനാണ്. അദ്ദേഹത്തിൽ എല്ലാ അർത്ഥത്തിലും വിശാലമായ മാതൃക മനുഷ്യർക്കുണ്ട്. ദൂതനായിക്കൊണ്ട് ആ ദൗത്യം നിർവഹിക്കാനാണ് പ്രവാചകൻ വന്നത്. മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ്, ആരുടെയും പിതാവായി ഒരു പിതൃത്വത്തിൻ്റെ മഹത്വം കാണിക്കാനല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ദൗത്യം ജനങ്ങളിലേക്ക് അറിയിക്കാനാണ് ആ പ്രവാചകൻ വന്നത്. ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നവരും ആ പ്രവാചകൻ നമ്മുടെ ദൂതനാണ്, എൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഷഹാദത്തിൻ്റെ ഉടമകളുമാണ് നമ്മൾ. ആ ഷഹാദത്തിൻ്റെ സാക്ഷികളായി നമ്മുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും നന്നാക്കിയെടുക്കുക. സത്യസന്ധമായ കാര്യങ്ങളെ സത്യമായി അംഗീകരിക്കുക, സത്യത്തെ അനുസരിക്കുക, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുക. ഈ രണ്ടു ശറഇൻ്റെ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ റബ്ബും നമ്മുടെ റസൂലും എന്തെല്ലാമാണോ നമുക്ക് വിരോധിച്ചത്, ആ വിരോധങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും അകന്നു നിൽക്കുക. നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ള നമസ്കാരം, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പാവങ്ങളെ സഹായിക്കുന്ന ആ സക്കാത്ത്, സദഖകൾ, ദാനധർമ്മങ്ങൾ എല്ലാം നമ്മൾ കൃത്യമായി നിർവഹിക്കുക. അഖീമുസ്സലാത്ത വഅത്തുസ്സക്കാ, സലാത്തും സക്കാത്തും
ചേർത്ത് പറഞ്ഞത് അത് രണ്ടും ഇസ്ലാമിലെ പ്രധാനമായ രണ്ട് കർമ്മങ്ങളാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യത, സമൂഹത്തിനോടുള്ള ബാധ്യത. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കേണ്ട സന്ദർഭങ്ങളിൽ നോമ്പ് നോൽക്കുക. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു. റമളാനിൽ ഹാജറുള്ള ജീവനുള്ള ആളുകൾ അതിന് കഴിയുമെങ്കിൽ നോമ്പ് നോൽക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹജ്ജിൻ്റെ കർമ്മം. ആ ഹജ്ജിലാണ് നമ്മളുള്ളത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. കഴിവുള്ള ആളുകൾക്ക് ഈ കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണ്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു കടമയാണ്. ഇസ്ലാമിൻ്റെ 5 റുക്കുനുകൾ, 5 അടിസ്ഥാന ഘടകങ്ങൾ. 1, 2 ഷഹാദത്തിൻ്റെ സാക്ഷികളായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുക. ആ ഷഹാദത്തിൻ്റെ തൊട്ടടുത്ത് വന്നത് നിർബന്ധമായ നമസ്കാരമാണ്. അത് നിർവഹിക്കുക. പാവങ്ങളോടുള്ള ബാധ്യതകൾ തീർത്തുകൊണ്ട് സക്കാത്ത് നൽകുക. അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാനും പട്ടിണി കിടക്കാനും എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാനും വേണ്ടി നോമ്പനുഷ്ഠിക്കുക. ഈ കഅബാലയത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യുക. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ 6 കാര്യങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചു. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, മുർസലുകളിലുള്ള വിശ്വാസം, പരലോകത്തിലെ വിശ്വാസം, എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണെന്ന വിശ്വാസം. കേവലം മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമുള്ളതല്ല, പ്രവർത്തനങ്ങളായി, ജീവിതമായി, മനുഷ്യർക്ക് മാതൃകയായി കാണിക്കേണ്ട ആ വിശ്വാസ കാര്യങ്ങളെ നാം അതിൻ്റെ ഗൗരവമായ അർത്ഥത്തിൽ നാം ഉൾക്കൊള്ളുക. കഅബാലയത്തിങ്കൽ വന്ന് ഹജ്ജിന് വന്ന ഹാജിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹജ്ജിൻ്റെ വേളയിൽ, അവിടുത്തെ ഹജ്ജിൻ്റെ വേളയിൽ നമ്മളെ ഓർമ്മിപ്പിച്ച ഒരു മഹത്തായ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബെന്നാണ്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. മനുഷ്യർക്കിടയിൽ പരസ്പരം വ്യത്യാസമില്ല. അറബികളെന്നോ അജ്മികളെന്നോ അനറബികളെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏകമാനവികതയുടെ മഹത്തായ സന്ദേശം പ്രവാചകൻ ഈ ഒരു വേളയിൽ, ഈ ഒരു ഹജ്ജിൻ്റെ ദിവസത്തിൽ ജനങ്ങളോട് അവിടുത്തെ ഹജ്ജ് വേളയിൽ ഉത്ബോധിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അലാഹൽ ബല്ലഗത്തു, അലാഹൽ ബല്ലഗത്തു, ഞാൻ പടച്ചവനെ ഈ കാര്യം ഏൽപ്പിച്ചിട്ടില്ലേ എന്ന് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് ചോദിച്ചു. അതുകൊണ്ട് ജനങ്ങളെ, നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക. നമ്മുടെ രക്തം നമുക്ക് പരസ്പരം ഹലാലാണ്. രക്തം ചിന്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരിക്കലും ഏർപ്പെടാൻ പാടില്ല. പരസ്പരം അഭിമാനം വിശുദ്ധമാണ്. മറ്റുള്ളവൻ്റെ അഭിമാനം ഹനിക്കുന്ന ഒന്നിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഭാഷകളും ജാതികളും വർഗങ്ങളും രൂപഭാവങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നാൽ പോലും യഥാർത്ഥത്തിൽ ആ ഏകത്വത്തിന് അത് വിഘാതമായി തീരരുത്. ഏത് വർഗജാതി വ്യത്യാസത്തോടു കൂടിയാണെങ്കിലും മനുഷ്യനൊന്നാണ്. ഒമിനായാത്തിഹി ഖൽഖുസ്സമാവാതി വൽ അർള് വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും. അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പെന്ന പോലെ തന്നെ മനുഷ്യൻ്റെ വർഗജാതി വർണ്ണ വ്യത്യാസങ്ങൾ അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം മാത്രമാണ്. ഒരിക്കലും ഭിന്നതക്കുള്ള കാരണം അതാവാൻ പാടില്ല. സംഘടിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചത്. ഓരോ സന്ദർഭത്തിലും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒന്നിച്ച് ജീവിക്കാനാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയുടെ ഒരു ചെറിയ അംശം പോലും അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. വലാ തഫറഖു, ഭിന്നിച്ചു പോകരുത്. അഥവാ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ തകർന്നു പോകും, നിങ്ങളുടെ കാറ്റ് പോകും. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ തകർന്ന് പരാജയപ്പെടുകയും കാറ്റുപോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ ഓടിത്തന്നുകൊണ്ട് നമ്മളോട് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, അൻ തഅ്ബുദുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. എന്നിട്ട് വഅൻ തഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിയ, അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തആല അവൻ്റെ അനുഗ്രഹമായി നമ്മളോട് എടുത്തു പറയുന്നത് അല്ലഫ വ അല്ലഫ ബൈന ഖുലൂബിക്കും ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമിഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. അള്ളാഹു മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കി, ഇണക്കമുണ്ടാക്കി. ഭൂമിയിലുള്ള എല്ലാം നാം ചെലവഴിച്ചാൽ പോലും
പ്രായശ്ചിത്തം നൽകിയാൽ പോലും മനുഷ്യ മനസ്സുകളെ ഇണക്കിക്കൂട്ടാൻ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ലെന്ന് അള്ളാഹു തആല പഠിപ്പിച്ചു. വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിക്കരുത്, തകർന്നു പോകുമെന്ന്. ആ മഹത്തായ സന്ദേശം വിശ്വാസികളെ ഈ മഹത്തായ അറഫാ ദിനത്തിൽ ഒന്നിച്ചുൾക്കൊണ്ട് എല്ലാ ജാതി വർഗ വ്യത്യാസങ്ങളും ഇല്ലാതെ സമന്മാരായി ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓർക്കണം, വസാരിയു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ഓടി അടുക്കുക, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഓടി അടുക്കുക. അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അടുക്കാൻ, മഗ്ഫിറത്തിലേക്ക് അടുക്കാൻ അള്ളാഹു തആല പഠിപ്പിച്ചത് വിശ്വാസം ദൃഢമാക്കിയതിന് ശേഷം പാവങ്ങളെ സഹായിക്കുക, രഹസ്യമായും പരസ്യമായും പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുക. അതുപോലെ തന്നെ മനുഷ്യരോടുള്ള വിദ്വേഷങ്ങളും ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള കെടുമ്പുകളും മറച്ചു വെച്ചുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കുക സഹോദരന്മാരെ. ആ ഒരു ഏക മനസ്സിന് വേണ്ടി നാം പ്രവർത്തിക്കണം. മനുഷ്യബന്ധങ്ങൾ നമ്മൾ ചേർക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഈ സന്ദർഭത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് അതായിരുന്നു. ഈ ഒരു ഹജ്ജ് വേളയിൽ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കുക, മനുഷ്യബന്ധങ്ങൾ ചേർക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം പുനഃസ്ഥാപിക്കുക. കുടുംബങ്ങളോടുള്ള നല്ല ഇണക്കവും പൊരുത്തവും ഉണ്ടാക്കുക. സമൂഹത്തിലെ പാവപ്പെട്ടവനെ കണ്ടറിഞ്ഞ് അവനെ സ്നേഹിക്കാനും സഹായിക്കാനും കൈപിടിക്കാനും നിങ്ങൾ തയ്യാറാകുക. മാതാപിതാക്കളോടുള്ള മഹത്തായ ബാധ്യതയെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോൾ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, ഈ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ ആരാധിക്കാൻ കൽപ്പിച്ചതിൻ്റെ ശേഷം അടുത്തു പറഞ്ഞത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. മാതാപിതാക്കളോടുള്ള ബാധ്യത കഴിഞ്ഞതിന് ശേഷം മനുഷ്യ സമൂഹത്തിനോടുള്ള ആ നല്ല മാനസികമായ ബന്ധത്തെയാണ് നിങ്ങൾക്ക് എന്തിഷ്ടപ്പെടുന്നോ അത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ലെന്നാണ്. വിശ്വാസത്തിൻ്റെ മാനദണ്ഡം മനുഷ്യ സ്നേഹമാണെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിന് വേണ്ടി, സൂക്ഷ്മതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കുക, പരസ്പരം കൈകോർക്കുക, തോളോട് തോൾ ചേർന്ന് നിൽക്കുക. തിന്മയ്ക്ക് വേണ്ടിയും അതിക്രമത്തിന് വേണ്ടിയും ഒരിക്കലും നിങ്ങൾ പരസ്പരം ആരുമായും സഹായിക്കരുത്, സഹകരിക്കരുത്. ജനങ്ങളോട് പറയുക നബിയെ, ഈ സൗഹാർദ്ദവും സ്നേഹവും ഒരുമയും നിലനിൽക്കണമെങ്കിൽ യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, നല്ലത് പറയണം. നാവിൽ നിന്നാണ് അബദ്ധങ്ങളുണ്ടാകുന്നത്, അപകടങ്ങളുണ്ടാകുന്നത്, ഭിന്നതകളുണ്ടാകുന്നത്. നല്ലത് പറയുക. കാരണം ഇന്ന ശൈത്താൻ, പിശാച്ച് നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ വാക്കുകളിൽ കൂടി, പ്രവർത്തനങ്ങളിൽ കൂടി, ഒരക്ഷരങ്ങളിൽ കൂടി പിശാച്ച് മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നിലനിൽക്കുകയും ചെയ്യും. ആ പിശാച്ചിൽ നിന്ന് ഒഴിഞ്ഞ് ആ ഷർറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലത് വാക്ക് പറയണമെന്നാണ്. അതുപോലെ തന്നെ മനുഷ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ബന്ധങ്ങളെ തകർക്കുന്ന, ഭിന്നതകളുണ്ടാക്കുന്ന, സമൂഹത്തെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ ഭിന്നിപ്പിക്കാനാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ, ഈ അർഫാ മരുഭൂമിയിൽ വ്യത്യസ്ത വർണ്ണവർഗ ജാതി ഭാഷാ വ്യത്യാസത്തോടുകൂടി നിങ്ങൾ കൈകോർത്ത് തോളോട് തോൾ ചേർത്ത് നിൽക്കുന്ന പോലെ ജീവിതത്തെയും ഒന്നിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. നമസ്കാരത്തിൽ ഒരേ സഫായി ചേർന്ന് നിൽക്കുന്നില്ലേ, ആ ഒരേ മനസ്സായി നിൽക്കാൻ നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ ശ്രമിക്കണം. പാവപ്പെട്ട മനുഷ്യന്മാരെ സക്കാത്തിൽ കൂടി സദഖയിൽ കൂടി സഹായിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും നിർഭയത്വം പാവങ്ങൾക്കും നിങ്ങളോടൊപ്പം ജീവിക്കുമ്പോൾ നിർഭയത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം. അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ മൗത്ത്, മരണം പിടികൂടുന്നതിന് മുമ്പ് നാം നിങ്ങളെ ഏൽപ്പിച്ച സ്വത്ത്
അത് നിങ്ങൾ പാവങ്ങൾക്ക് കൂടി കൊടുക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് വല്ല തരത്തിലുള്ള ഭിന്നതകളുമുണ്ടെങ്കിൽ അഥവാ മാനുഷികമായ ഭിന്നതകൾ സമൂഹത്തിൽ വരികയാണെങ്കിൽ എത്രയും വേഗം ആ ഭിന്നതകൾ ഇല്ലാതെയാക്കി ആ കണ്ണികൾ ചേർത്ത് വിടവ് ചേർത്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും. വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. നിങ്ങൾ ആ സഹോദരന്മാർക്കിടയിൽ എപ്പോഴും നന്മയുണ്ടാക്കുക. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. ഒരൊറ്റ സമുദായമാണ് നിങ്ങൾ. വഅന റബ്ബുക്കും ഫഅ്ബുദൂൻ. ഞാൻ നിങ്ങളുടെ റബ്ബ്, നിങ്ങളൊരൊറ്റ സമുദായം. ഞാൻ ഏകനാണ്, നിങ്ങളും ഏക സമൂഹമാണ്. എന്നെ ആരാധിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ. ഇതാണെൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹു. ഈ നേരായ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉ സുബൽ. വേറൊരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. തിന്മയുടെ വഴികൾ. നേരിനൊരു വഴിയേ ഉള്ളൂ, തിന്മക്കൊരുപാട് വഴികളുണ്ട്. ആ വഴികൾ നിങ്ങൾ പിൻപറ്റരുത്. അഥവാ ആ വഴികളിൽ കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തകർന്നു പോകും, ഭിന്നിച്ചു പോകും, നശിച്ചു പോകുമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതുപോലെ സഹോദരന്മാരെ, നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെയും നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഉലുൽ അംറുകൾ എന്ന് പറഞ്ഞ ദീനിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിശ്വാസികളായ ആളുകളെ നമ്മൾ അനുസരിക്കണം, അവരെ കേൾക്കണം. അവർ സത്യം മാത്രം പറയുകയാണെങ്കിൽ, സമുദായത്തിന് നേതൃത്വം നൽകുന്നവർ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ ഉലുൽ അംറിനെ അനുസരിക്കേണ്ട ബാധ്യത എല്ലായിടത്തുമുള്ള വിശ്വാസികളുടേതാണ്. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, കഴിയുന്നത്ര പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. രാജ്യത്തെന്തെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാകുന്നതോ മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നതോ ഒരിക്കലും ഒരു വിശ്വാസിക്ക് പൊറുപ്പിക്കാൻ പാടില്ല. ഹാജിമാരെ, അതുപോലെ ഒന്നിച്ചുകൂടിയ നിങ്ങൾ പല ജാതീയ വ്യത്യാസങ്ങളും വൈചാത്യങ്ങളും മറന്നുകൊണ്ട് ഒന്നിച്ചുകൂടിയ നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം കൈകോർത്ത് പിടിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. എല്ലാ തരത്തിലുള്ള ഫിത്നകളും വളരെ പരസ്യമായി ജനങ്ങളിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഫിത്നകൾ അടിച്ചമർത്താനുള്ള വഴികൾ ഒരിക്കലും മാർഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. എല്ലാ കാര്യത്തിലും എളുപ്പമുണ്ടാക്കുക, ഞെരുക്കമുണ്ടാക്കുന്നൊരവസ്ഥയുണ്ടാകരുത്. ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത ചിഹ്നമാണത്. യസ്സിറു വലാ തുഅസ്സിറു. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും എളുപ്പമുള്ള മാർഗം തിരഞ്ഞെടുക്കുക. ദുരിതവും കഷ്ടപ്പാടുകളുമുള്ള വിഷമകരമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടാകുമ്പോൾ അവിടെ അത് കൂട്ടിച്ചേർക്കാനും ഇണക്കാനും നമ്മൾ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് ത്യാഗം ചെയ്താലും എത്ര നഷ്ടങ്ങൾ നമുക്ക് വന്നാലും അള്ളാഹു നമുക്കത് നികത്തിത്തരുമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് വാക്ക് തന്നിരിക്കുന്നു. ഹജ്ജാജികളെ, നാം ഈ അറഫയിലാണ്. ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചു. ബാങ്ക് കൊടുത്ത് 2 റക്അത്ത് ളുഹർ നമസ്കരിച്ചു, ഖസ്റാക്കി. ഇഖാമത്ത് കൊടുക്കാൻ കൽപ്പിച്ചു, 2 റക്അത്ത് അസ്ർ നമസ്കരിച്ചു. അതാണ് ഇനി നമുക്ക് നിർവഹിക്കാനുള്ള കാര്യം. ഇത് കഴിഞ്ഞാൽ മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം ചോദിച്ചു കൊള്ളുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂര്യാസ്തമയത്തോടുകൂടി മുസ്ദലിഫയിലേക്കാണ് നീങ്ങേണ്ടത്. മുസ്ദലിഫയിലെത്തിക്കഴിഞ്ഞാൽ, മശ്അറുൽ ഹറാമിലെത്തിക്കഴിഞ്ഞാൽ മഗ്രിബും ഇശായും നമ്മൾ അവിടെ വെച്ച് ജമ്മും ഖസ്റുമാക്കി നമസ്കരിക്കണം. പിന്നീട് പ്രാർത്ഥനകളിൽ ഉൾപ്പെടണം. ആരും പരിഭ്രമിക്കേണ്ടതില്ല, ധൃതി കൂട്ടേണ്ടതില്ല. അറഫായിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള യാത്രയിൽ സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലൈക്കും ബിസ്സക്കീന, അലൈക്കും ബിസ്സക്കീന. സമാധാനമായി പോകുക, ആരും പരിഭ്രമിക്കേണ്ടതില്ല. ഇവിടെ നിർഭയത്വമാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണയുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്കുടെ മുഴുവൻ സംരക്ഷണയും നമ്മൾക്കുണ്ട്. ഒരിക്കലും പേടിയില്ലാതെ, ബദ്ധപ്പാടില്ലാതെ, ധൃതിയില്ലാതെ മുസ്ദലിഫയിലെത്തി അവിടെ ചെന്ന് മഗ്രിബും
മഗ്രിബും ഇശായും നമസ്കരിച്ച് ശാന്തമായി പ്രാർത്ഥനയിൽ ഏർപ്പെട്ട് നമ്മൾ സുബഹി വരെ നിങ്ങൾ കുറച്ചു നേരമെങ്കിലും ഉറങ്ങി ആ സുന്നത്ത് നിർവഹിച്ചുകൊണ്ട് സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുക. നമസ്കാരശേഷം സൂര്യൻ വെളിച്ചമാകുന്ന സന്ദർഭത്തിൽ മീനായിലേക്ക് പോകുക. മീനായിൽ ചെന്ന് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക. പിന്നീട് കഴിയുമെങ്കിൽ തവാഫുൽ ഇഫാദ, ഹജ്ജിൻ്റെ നിർബന്ധമായ തവാഫ് നിർവഹിക്കുക. പിന്നീട് മുടിയെടുക്കുക. ഇതിലൊക്കെ തന്നെ ഇളവുകളുണ്ട്. അത് ക്രമമില്ലെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ക്രമത്തിലല്ലെങ്കിൽ പോലും ഇതെല്ലാം നിർവഹിക്കുക. ഇനിയുള്ള ഹജ്ജിൻ്റെ ശേഷം ദുൽഹജ്ജ് 10 ശേഷമുള്ള 3 ദിവസങ്ങളിൽ, ദുൽഹജ്ജ് 10 മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ മീനായിൽ അന്തിയുറങ്ങണം. ദുൽഹജ്ജ് 12 കഴിഞ്ഞ് ധൃതിയുള്ളവർക്ക് പോകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ 13ൻ്റെ ദിവസവും നിൽക്കുകയും 11, 12, 13 3 സ്ഥലങ്ങളിൽ കല്ലെറിയുകയും ചെയ്തു. ആ സുന്നത്ത് നാം മറക്കാതിരിക്കുക. ഹാജിമാരെ, ഈ ഒരു സന്ദർഭം, ഈ ഒരു മണ്ണ് നിങ്ങൾ ഓർക്കണം. അള്ളാഹുവിൻ്റെ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു വിശേഷപ്പെട്ട ദേശത്താണ് നിങ്ങളുള്ളത്, മണ്ണിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിനെ കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക. എത്ര കഷ്ടപ്പെട്ടിട്ടെങ്കിലും പ്രാർത്ഥനകളിലും ആരാധനാകർമ്മങ്ങളിലും നിങ്ങൾ മുഴുകുക. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരും. നിങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും സമൂഹത്തിലെ കഷ്ടപ്പെട്ടവർക്കും ഒരിക്കലും പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തവർക്ക് തുല്യമായ സഹായം ചെയ്തു കൊടുക്കുക. സഹായം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുക. സ്വയം സഹായിക്കുന്നതിന് പകരമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളോട് വസിയത്ത് ചെയ്തവർക്കും സമൂഹത്തിലെ അശരണർക്കും പാവപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തരുന്ന ഇതിൻ്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന സൽമാൻ ഖാദിമുൽ ഹറമൈൻ സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള മുഹമ്മദ് ഇബ്നു സൽമാൻ, അവരാണ് ഈ രാജ്യത്ത് ഇതെല്ലാം നൽകി ഈ ഹാജിമാർക്കും ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ. അവരുടെ ആയുസ്സിന് വേണ്ടി, അവരുടെ നല്ല മനസ്സിന് വേണ്ടി, അവർക്ക് അല്ലാഹു തആല നല്ല കാര്യങ്ങൾക്ക് തൗഫീക്ക് നൽകാൻ വേണ്ടി നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഈ ഹാജിമാരായ നമ്മയെല്ലാം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുമാറാവട്ടെ. ഹജ്ജിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടി, സുരക്ഷിതമായി നേടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രബോധമായി നമ്മൾ അള്ളാഹുവിൻ്റെ ആ യഥാർത്ഥ അടിമകളായി പാപമോചിതരായിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഈ വിശ്വാസികളായ ആളുകൾക്ക്, വിശ്വാസിനികളായ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരിൽ നിന്ന് എല്ലാം നീ സ്വീകരിക്കണമേ. എല്ലാ നാശങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ സമുദായത്തെ നീ രക്ഷിക്കണമേ. അവരുടെ രക്തത്തിന് നീ സുരക്ഷിതത്വം നൽകണമേ. അവർക്ക് അപകടമുണ്ടാകുന്ന എല്ലാ മേഖലകളിൽ നിന്നും അള്ളാഹുവേ അവർക്ക് നീ കൈത്താങ്ങായി നിലനിർത്തണമേ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.